ആഗോള ചരക്ക് നീക്കത്തിന് തന്നെ വലിയൊരു ഭീഷണിയായി മാറുന്ന രീതിയിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് എണ്ണക്കപ്പലുകളെ കത്തിക്കുമെന്ന് ഭീഷണി മുഴക്കി ഇറാൻ രംഗത്ത് വരുന്നു. ഇറാൻ ഒറ്റപ്പെടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ഇസ്രയേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും പടപൊരുതിയ ഇസ്രയേൽ ഇറാൻ വെറുപ്പിച്ചതാകട്ടെ അറബ് രാഷ്ട്രങ്ങളെയാണ്. മുസ്ലിം രാജ്യങ്ങളൊക്കെ തന്നെ ഒന്നിച്ച് ഇറാനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആ സമയം കൂടി സംജാതമാകുന്നു എന്നുള്ള ഭയപ്പെടുത്തുന്ന ഒരു വിഷയം കൂടിയാണ് പുറത്തു വരുന്നത്. അങ്ങനെ ആയുധപ്പുര തുറന്ന് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടി എണ്ണക്കപ്പലുകളെ കത്തിക്കാനിറങ്ങുന്ന ഇറാൻ ഇന്ത്യയോടുകൂടി തന്നെയാണ് നേരിട്ട് ഭീഷണി മുഴക്കുന്നത്. പശ്ചിമേഷ്യയെ കടുത്ത യുദ്ധത്തിലേക്കും ലോകത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തന്നെയാണ് ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ, പ്രകോപനപരമായ വിഷയങ്ങൾ തള്ളിവിടുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര ഇടനാഴിയായി അറിയപ്പെടുന്ന പാതയായി, കപ്പൽ പാതയായി അറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഏകപക്ഷീയമായി അടച്ചിട്ടു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും കത്തിച്ചു കളയുമെന്ന അതിക്രൂരമായ ഭീഷണിയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് പിറകെയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചത്. അതിൽ ഏറ്റവും വലഞ്ഞിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ കൂടിയാണ്. ഇന്ത്യയുടെ ചരക്ക് നീക്കം അതീവ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഏകദേശം 10,000 കോടി രൂപ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി പോയ 27ഓളം കപ്പലുകളാണ്, ഇന്ത്യൻ കപ്പലുകളാണ് നിലവിൽ നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ ഭീഷണിയും ഉയർത്തി. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇറാൻ ഔദ്യോഗികമായി കപ്പൽപാത അടച്ചതായും ഇതിനോടകം 6 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അടിയന്തര സാഹചര്യം പരിഗണിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉടനടി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കത്തുമയച്ചു. ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെന്നും തലനാഴിരയ്ക്കാണ് കപ്പൽ രക്ഷപ്പെട്ടതെന്നുമാണ് അസോസിയേഷൻ പറയുന്നത്. കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ ഇസ്രയേൽ അധികൃതരുമായി നയതന്ത്ര ചർച്ച നടത്തണമെന്നാണ് കപ്പലുടമകളുടെ പ്രധാന ആവശ്യം. പ്രധാനപ്പെട്ട ഊർജ്ജ ചരക്കുകൾ കയറ്റാനായി ചില ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസിന് തെക്ക് കാത്തുനിൽക്കുന്നതായി റിപ്പോർട്ട് പുറത്തുവരുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ 20% നടക്കുന്നത്, 30% വരെ നടക്കുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെ ആയതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ നീക്കം ആഗോള ഊർജ്ജ വിപണിയെ പോലും അസ്ഥിരപ്പെടുത്തിയേക്കും. ഇറാനിലെ യുദ്ധമെന്നത് 4-5 ആഴ്ച വരെ നീണ്ടു നിന്നേക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ആഗോളതലത്തിൽ എണ്ണ, LPG ഇന്ധനങ്ങളുടെ ക്ഷാമം ഇതിൽ കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയും അത് അനുമാനിക്കുന്നു. പുതിയ സാഹചര്യം നേരിടാൻ LPG റേഷനിങ് അടക്കം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഏർപ്പെടുത്തിയേക്കും. അല്ലാതെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ അടുക്കളകളിലെ അവിഭാജ്യ ഘടകമായിട്ടുള്ള LPGക്ക് വേണ്ടി നാം ഏറ്റവും അധികം ആശ്രയിക്കുന്ന വ്യാപാര പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഈ കപ്പൽപാത, കടൽപാത അടച്ചിരിക്കുന്നു. അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചാൽ കപ്പലുകൾ തീയിട്ട് കത്തിക്കുമെന്ന മുന്നറിയിപ്പും. ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ ഭൂരിഭാഗവും പേർഷ്യൻ, അറേബ്യൻ ഗൾഫിനുള്ളിലെ രാജ്യങ്ങളിൽ നിന്നാണ്. അതായത് സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെടുക്കുന്ന LPG ഹോർമുസ് കടലിടുക്ക് കടന്ന് അറബിക്കടലിലൂടെ സഞ്ചരിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വിവിധ തുറമുഖങ്ങളിലേക്ക് എത്തുന്നു. ഇന്ത്യക്ക് മൊത്തം ആവശ്യമുള്ള പാചകവാതകത്തിൻ്റെ 80 മുതൽ 85% ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഈ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഈ ഗൾഫ് വിതരണക്കാരിൽ നിന്നും. ഇന്ത്യയെ സംബന്ധിച്ച് ഇറക്കുമതി ചെയ്യുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ ഏതാണ്ട് 85% ഈ പാതയിൽ തന്നെ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിലെ തടസ്സമെന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെയാണ് വെല്ലുവിളി. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയെയും സാമ്പത്തിക ഭദ്രതയെയും വരും ദിവസങ്ങളിൽ സാരമായി ഇത് ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. കടലിടുക്ക് പൂർണ്ണമായി അടച്ചോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂവെങ്കിൽ പോലും നിലവിൽ കടലിടുക്ക് കടക്കാൻ ആരും തന്നെ ധൈര്യം കാട്ടുന്നില്ല. മേഖലയിൽ ഡസൻ കണക്കിന് എണ്ണക്കപ്പലുകൾ നങ്കൂരമിട്ട് കിടക്കുന്നു. ആഗോള വിപണിയിൽ തന്നെ വലിയ ആശങ്ക പടർത്തുന്ന വിഷയം. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ പ്രധാന വിഭാഗം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ പുറം ലോകത്തേക്ക് എത്തുന്നത്. പ്രതിദിനം ഏകദേശം 21 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. ലോകത്തെ പ്രമുഖ പ്രകൃതിവാതക കയറ്റുമതിക്കാരായിട്ടുള്ള ഖത്തറിൻ്റെ കൂടി പ്രധാനപ്പെട്ട പാത ഇത് തന്നെയാണ്. കടലിടുക്ക് അടഞ്ഞതോടെ ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകൾക്ക് കവറേജ് നിഷേധിക്കുന്നെന്നും ചരക്ക് കൂലി കുതിച്ചുയരുന്നെന്നും പ്രതിസന്ധിയുടെ ആഴം കൂട്ടാൻ കാരണമാകുന്നതായി പരാതിപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിലൂടെ ലോകത്തെ ഇന്ധന വിതരണം തടസ്സപ്പെടുത്താനും അതുവഴി ആഗോള വിപണിയിൽ എണ്ണവില
കത്തിച്ചു കയറ്റാനുമുള്ള ഒരു ശ്രമം തന്നെയാണ് ഇറാൻ നടത്തുന്നത്. ലോകരാജ്യങ്ങൾ എല്ലാം ഇതിന് ഇടപെടാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം തന്നെയാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ 100-ലധികം എണ്ണക്കപ്പലുകൾ കടലിൽ കുടുങ്ങിക്കഴിഞ്ഞു. കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ ഇറാൻ മടിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹോർമുസ് കടലിടുക്ക് ദീർഘകാലം അങ്ങനെ അടഞ്ഞുകിടന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $150 വരെ കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇത് ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില കുതിച്ചുയരാനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇടയാക്കും. യുദ്ധം വ്യാപിക്കുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം കൂടുതൽ കാലം തടസ്സപ്പെട്ടാൽ വലിയ പ്രതിസന്ധികളിലേക്ക് പോവുകയും പെട്രോൾ, ഡീസൽ വിലയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാനും ഇടയുണ്ടെന്നാണ് കെപ്ലറിലെ ലീഡ് റിസർച്ച് അനലിസ്റ്റായിട്ടുള്ള സുമിത് റിറ്റോളിയ പറയുന്നത്.